ഗായ്സ്, അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ടിട്ട് പോകാം. അങ്ങനെ നമ്മൾ ആദ്യം ചെന്നത് ഒരു കുറേ വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണാൻ നമ്മളൊരു ആമ്പൽപ്പൂ ഉണ്ട്. അപ്പോൾ സഫീർ പറഞ്ഞാൽ ഞാൻ ഇന്ന് പറിച്ചിട്ട് ഒഴിവാക്കി കാര്യമൊന്നും. അങ്ങനെ നമ്മൾ ആമ്പലൊക്കെ പറിച്ചു. പിന്നെ നേരെ ഒരു കുളത്തിൻ്റെ അവിടെ പോയി. അപ്പം സഫീർ പറഞ്ഞാൽ ഞാൻ ഇത് കല്ലെടുത്തെറിയടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കണം, ഞാൻ വീഡിയോ എടുക്കാൻ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ആകാശത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. നമ്മുടെ നേരിൽ ഇങ്ങനെ വെള്ളത്തിൽ കാണുന്ന പോലെ വെച്ചൊരു ഫോട്ടോ എടുത്തു. അതിൻ്റെ ഇപ്പുറത്ത് ഒരു കുറ്റിക്കാട് പോലെ ഇങ്ങനെ മരമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വളർന്നിരിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നല്ല തണുപ്പായതുകൊണ്ട് നമ്മളവിടെ പോയി നിന്ന് ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. എന്നിട്ട് നമ്മൾ നേരെ വന്നത് ഓമയ്ക്ക് പറിക്കാനായിരുന്നു ഗൈസ്. അപ്പോൾ ആദ്യം സഫീർ ഇരുന്നു, പിന്നെ സുഹേൽ അവൻ്റെ മണ്ടയ്ക്ക് കയറി എന്നിട്ടൊക്കെ പറിക്കാനൊക്കെ നോക്കി. എന്നിട്ടൊന്നും നടന്നില്ല. പിന്നെ ഈ തെങ്ങിൻ്റെ മടലിനകത്താകുമ്പോൾ ആണിയൊക്കെ അടിച്ചിട്ട് പറിക്കാൻ നോക്കി. അത് പക്ഷേ സക്സസ് ആയി ഗൈസ്. ആണി അടിച്ചപ്പം ഓമയ്ക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ ഓമയ്ക്ക് ആദ്യം ഒരെണ്ണം പറിച്ചു, പിന്നെ രണ്ടാമത് വേറൊരെണ്ണം ഉണ്ടായിരുന്നു, അതും പറിച്ചു. എന്നിട്ട് നമ്മൾ നേരെ വീണ്ടും ആ ശവപ്പറമ്പിൽ വന്നു കിടന്നുറങ്ങുന്നത്. സഫീർ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടു. പിന്നെ നമ്മൾ മാങ്ങ പോയി പറിച്ചു. മാങ്ങ ഉപ്പും മുളകും കൂട്ടി കഴിച്ചു. എല്ലാവരും നല്ല സൂപ്പറായിട്ട് കഴിച്ചു. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഒരു ഫുള്ള് വൈബായിരുന്നു. അവിടെ ആരോ മരിച്ചതിൻ്റെ പടക്കമൊക്കെ പൊട്ടിയപ്പോൾ വവ്വാലൊക്കെ ഇങ്ങനെ എടുത്ത് കറങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നേരെ 12 മണിയായപ്പോൾ വീണ്ടും തിരിച്ച് നടന്ന് ബസ്സിൽ പോയി. അങ്ങനെ നടന്ന് നേരെ മെയിൻ റോഡിൽ എത്തി. അവിടെ നമ്മളൊരു ഐസ്ക്രീം മേടിച്ചു. 10 രൂപയുടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ഒരു കടത്തന്നെ വന്നിരുന്നു. കുറേ കഴിഞ്ഞ് ബസ് വന്ന് നമ്മൾ നേരെ കോളേജിൽ വന്ന് അവിടുന്ന് കുറേ എഴുത്തും കുത്തും ഒക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം എഴുതി തിരിച്ച് വീട്ടിൽ പോയി.